നമസ്കാരം. 10-ാമിടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂലൈ മാസം 6-ാം തീയതി മുതൽ ജൂലൈ മാസം 12-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടക്കൂർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് 3-ലാണ്, ശുക്രൻ 2-ലാണ്, ശനി 12-ൽ സഞ്ചരിക്കുന്നു, 11-ാം ഭാവത്തിൽ രാഹു, 5-ൽ സഞ്ചരിക്കുന്നു കേതുവും ചൊവ്വയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ധനപരമായ കാര്യത്തിൽ ഇവർ 2-ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് വളരെ അനുഗ്രഹമാണ്. ധനം മാത്രമല്ല, ഇവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഏറ്റവും നന്നായി ശോഭിക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ചയും. അവർക്ക് അങ്ങനെ തന്നെ അത് തുടരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഇടപഴകുന്ന കാര്യത്തിലും ആത്മവിശ്വാസത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ ഇടപെടാൻ സാധിക്കുന്നത് കൊണ്ടും തന്നെ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസ പിടിച്ചുപറ്റാനും അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടമുണ്ടാവാനും സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് വളരെ ഗുണം കാണുന്നു. വിദേശത്തു നിന്നുള്ള ഇവരുടെ ആശ്രയ വ്യക്തികളുടെയും അല്ലെങ്കിൽ ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ ധനപരമായ സഹായമോ മറ്റു വിധത്തിലുള്ള സഹകരണങ്ങളോ ഇവർക്ക് ലഭിക്കുന്നതായി കാണാം. വീട് വയ്ക്കുകയോ വീടുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ നടത്തുകയോ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുകയോ ഒക്കെ ചെയ്യാം. വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സമ്മാനമായി ലഭിക്കാം. ഇവരുടെ വിവാഹ ജീവിതം അതുപോലെ തന്നെ പ്രണയ ജീവിതം അതൊക്കെ വളരെ ഉല്ലാസകരമായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലെ ക്ഷമതയും പ്രവർത്തന ഗുണവും സാമ്പത്തിക നേട്ടവും കുടുംബത്തിലെ ജീവിതവും ഒക്കെ കാണുന്നുണ്ട്. വരുമാനം പല മാർഗങ്ങളിലൂടെ ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നു. സമാന്തര മേഖലകളിൽ ഇവരുടെ കഴിവനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ ഇവർക്ക് ധാരാളം സാമ്പത്തിക സഹായം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ആഴ്ചയും അത്തരം കാര്യങ്ങൾ തുടരും. പ്രത്യേകമായിട്ട് ഈ ആഴ്ച പറയുമ്പോൾ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. ചില ഉല്ലാസയാത്രകൾ നടത്താം. മാതാവിൻ്റെ കുടുംബക്കാരുമൊത്തോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാതാവുമൊത്തോ ഒക്കെ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഉല്ലാസ കേന്ദ്രങ്ങളിലോ ഒക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുമിച്ചുള്ള യാത്രകൾ, സഹവസിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഇതെല്ലാം കാണുന്നു. പ്രണേതാക്കൾക്കും വളരെ ഗുണകരമായ ഒരു തുടക്ക ദിവസമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായോ അരക്കെട്ട് സംബന്ധമായോ എന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ ഈ ദിവസങ്ങളിലും, അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനസഹായം വന്നെത്താനുള്ള സാധ്യതയുണ്ട്. എവിടുന്ന് പണം കിട്ടും എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഈ ദിവസങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് ധനം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനവും അല്ലെങ്കിൽ വായ്പ എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങൾ പിതാവിനത്ര നല്ലതല്ല. ചില യാത്രകൾ തടസ്സപ്പെടുകയും ചെയ്യും. എന്നാൽ ആ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ നല്ല വിജയം, അതുപോലെ തന്നെ ഇവർ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം. ചില പ്രത്യേക കർമ്മങ്ങൾ ഇവർ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതുമൊക്കെ ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ്. അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും ഈ ആഴ്ച കാണുന്നുണ്ട്. ആഴ്ചയുടെ പകുതിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ, ആദ്യ പകുതിക്ക് തൊട്ടടുത്തുള്ള ദിവസങ്ങൾ ശാരീരികമായ ചില അവശതയോ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായി ഉണ്ടാകാവുന്ന കഫ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ അപ്രതീക്ഷിത ധനസഹായം ഈ ദിവസങ്ങളിലും വരാം. അവസാന ദിവസങ്ങൾ പ്രവർത്തന സംബന്ധമായും വളരെ ഗുണമാണ്. ഈ ആഴ്ചയിൽ 6-ാം തീയതി അതിനുശേഷം 11 ഉച്ചകഴിഞ്ഞ് 12-മാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായ താരതമ്യേനയുള്ള ദിവസങ്ങൾ. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ നല്ലതാണ്. അതായത് ആദ്യ പകുതി വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ഊർജ്ജസ്വലതയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ പോസിറ്റീവായിരിക്കും. സാമ്പത്തികമായ നേട്ടമാണ് ഈ ഫലത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത്. അതുപോലെ അതുവരെ ഇല്ലാതിരുന്ന, കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിലെ ഒരു മന്ദതാളം അതവർക്ക് മാറുന്നു. ഊർജ്ജസ്വലമാകുന്നു കാര്യങ്ങൾ, ഉന്മേഷഭരിതമാകുന്നു ജോലി രംഗം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആദരവൊക്കെ പിടിച്ചുപറ്റാൻ ഇവർക്ക് സാധിക്കുന്നു. മേലധികാരികൾക്ക് ഇവരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് കൂടുതൽ നാൾ ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ ചില മുൻ അഭിപ്രായങ്ങൾ ഈ ഒരു ആഴ്ചയിൽ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുവേ തന്നെ
ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ ഇവർ സാമ്പത്തികമായി ചില സഹായങ്ങളോ വായ്പകളോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഴ്ചയുടെ ഈ ആദ്യ പകുതിക്കുള്ളിൽ തന്നെ അത് അനുവദിച്ചു കിട്ടുന്നതായിട്ട് ഉള്ള വാർത്തകൾ ലഭിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രോജക്റ്റുകൾ മുന്നോട്ട് പോകാൻ തുടക്കമിടുന്നു. അതുപോലെ തന്നെ ചില സൗഹാർദ്ദങ്ങൾ, പിണങ്ങി നിന്നിരുന്ന സൗഹാർദ്ദങ്ങൾ മിത്രങ്ങളായി തിരിച്ചു വരുന്നു. ദാമ്പത്യത്തിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകൾക്കൊരു മാറ്റമുണ്ടാകുന്നു. പല തരത്തിലുള്ള തങ്ങളുടെ പഴയ കാര്യങ്ങൾ അതിൽ പരാജയമുണ്ടായിരുന്നെങ്കിൽ ആ പരാജയമൊക്കെ മാറി അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് നയിക്കപ്പെടുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയങ്ങളുമാണ് ഏറ്റവും പ്രധാനം. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി ഇവർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ്. പ്രധാനമായിട്ടും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ഇവരുടെ പ്രവർത്തന മാർഗങ്ങളിൽ കാണുന്നുണ്ട്. യാത്രാ തടസ്സമോ പ്രവർത്തനത്തിൽ ഇടപെടാൻ സാധിക്കാത്തൊരവസ്ഥയോ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ധനസഹായം ഉണ്ടാകുമെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. അലർജി അസുഖങ്ങൾ, അതുപോലെ തന്നെ ഇവർക്ക് ഹൃദയ സംബന്ധമായോ നയന സംബന്ധമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 6, 7, 8 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിനും അത്ര നല്ലതല്ല. യാത്ര തടസ്സപ്പെടാം. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർവത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസം കഴിഞ്ഞാൽ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അതായത് ആഴ്ചയുടെ തുടക്ക ദിവസവും അവസാനത്തെ 2 ദിവസവും ഒഴിച്ചാൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെ ഗുണകരമാണ്. പ്രവർത്തന രംഗത്ത് ഇവർക്കുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാൽ മേലധികാരികളോ സഹപ്രവർത്തകരോ ഭിന്നിച്ചു നിന്നിരുന്നുവെങ്കിൽ ആ അവസ്ഥ മാറുന്നു. മുടക്കം വന്നിരുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ മാറി മുന്നോട്ട് പോകുന്നു. സാമ്പത്തികമായ സഹായം ലഭിക്കുന്നു. ഇവർക്ക് നഷ്ടപ്പെട്ട ചില ദ്രവ്യങ്ങളോ പണമോ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിലുണ്ട്. ഇവരിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നത് അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് കിട്ടും എന്ന പ്രതീക്ഷകളോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഇവർ കേൾക്കാൻ ഇടവരുന്നു. ഉറപ്പുള്ള വാർത്തകളാണവ. അതുപോലെ തന്നെ ഇവരുടെ കടബാധ്യതയിൽ നേരിയ തോതിലുള്ള ആശ്വാസമെങ്കിലും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. ഇവർക്ക് മറ്റുള്ളവർക്ക് പണം സാമ്പത്തികമായി കൊടുക്കാൻ അല്ലെങ്കിൽ കടം കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്ന ദിവസങ്ങളുമാണ് ഈ ദിവസങ്ങൾ. അതുപോലെ കഴിഞ്ഞ കുറേ കാലമായി ഇവരിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ അപഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇവരെ കബളിപ്പിക്കുകയോ ചെയ്തിരുന്ന ചില വാഗ്ദാനങ്ങൾ അതൊക്കെ നിറവേറ്റപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോൾ പൊതുവെ ആഴ്ചയുടെ ആദ്യത്തെയും അവസാനത്തെയും 2 ദിവസങ്ങൾ ഒഴിച്ചാൽ ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതാണ്. പ്രവർത്തനങ്ങളിലെ വിജയവും സാമ്പത്തിക നേട്ടവും കടബാധ്യതയിൽ നിന്ന് മോചനവും രോഗമുക്തിയും ഒക്കെ കാണുന്നു. എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവരുടെ സന്താനങ്ങൾക്കത്ര നല്ലതല്ല. ചെറിയ മാനസികമായ ആശങ്കകളോ പ്രശ്നങ്ങളോ ആഴ്ചയുടെ തുടക്ക ദിവസം ഉണ്ടാകാം. ആഴ്ചയുടെ അവസാന ദിവസത്തിൽ അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നു വരാം. എന്നാൽ അപ്പോഴും ഇവർക്ക് ഓർക്കാപ്പുറത്ത് ചില ധനസഹായങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത് അലർജി അസുഖങ്ങളാണ്. സൈനസൈറ്റിസിൻ്റെയോ അതുപോലെ തന്നെ മൂക്ക്, അതുപോലെ തൊണ്ട, ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും അലർജി അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനിടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9, 10, 11 ഉച്ചവരെയും നല്ല ദിവസങ്ങളാണ്. 6-ാം തീയതി സായാഹ്ന ശേഷം 7 സായാഹ്നത്തിന് ശേഷമാണ്. 6-ാം തീയതി സായാഹ്നത്തിന് ശേഷം 7, 8, 9, 10, 11 ഉച്ചവരെയും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർവത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമ രാഹു, 9-ൽ ശനി, ജന്മത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 2-ലാണ് ചൊവ്വയും കേതുവും. അതുപോലെ 12-ൽ വ്യാഴം, ശുക്രൻ 11-ൽ സഞ്ചരിക്കുന്നു. എന്തായാലും കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിപരമായും പ്രവർത്തനക്ഷമമായും ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തടസ്സങ്ങളും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള മനക്കരുത്തും ദൈവ അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹവും ഇവർക്കുണ്ട്. വീട്ടിൽ
വിലപിടിപ്പുള്ള വീട്ടു സാമാനങ്ങളോ വീട്ടുപകരണങ്ങളോ വാങ്ങാൻ സാധിക്കുന്നു. വാഹനം മോടി പിടിപ്പിക്കുകയോ വാഹനം പുതിയത് വാങ്ങുകയോ ചെയ്യുന്നു. പുതിയ വീട് വയ്ക്കാനുള്ള കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുന്നതായിട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് ഇവർക്ക് ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രക്കാർക്ക് പുരുഷന്മാരിൽ നിന്നും, കർക്കിടകക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകളിൽ നിന്നും സഹായമുണ്ടാകുന്നതായിട്ട് കാണുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാവാം. അതുപോലെ തന്നെ പ്രണയ ബന്ധങ്ങളിലുമൊക്കെ വളരെ ഊഷ്മളമായ ചില നിമിഷങ്ങൾ കടന്നു പോകാം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്കിപ്പോൾ അനുഭവവേദ്യമാകുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ സാഹസിക കർമ്മങ്ങൾ ഒഴിവാക്കണമെന്നും കാണുന്നു. അതുപോലെ തന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണമെന്നും കാണുന്നു. തൊട്ട് അയൽപക്കമുള്ളവരുമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ടോ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളുമായിട്ടോ രക്തബന്ധുക്കളുമായിട്ടോ ഒക്കെ കലഹത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. സാമ്പത്തികമായി കൂടുതൽ ചിലവ് വേണ്ടിവരാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കേസിൽപ്പെട്ടിട്ടോ തർക്കത്തിൽപ്പെട്ടിട്ടോ നിയമപരമായ സംരക്ഷണം ലഭിക്കാനായി പണം മുടക്കേണ്ടി വന്നേക്കാം എന്നും കാണുന്നുണ്ട്. തീർത്ഥയാത്രകൾ നടത്താം. ഉടനെ ലാഭം കിട്ടാത്ത പ്രവർത്തനങ്ങൾക്ക്, മക്കളുടെ വിദ്യാഭ്യാസമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട തങ്ങളുടെ തന്നെ ആരോഗ്യ സംബന്ധവും വിദ്യാഭ്യാസ സംബന്ധവുമായ കാര്യങ്ങൾക്കൊക്കെ പണം മുടക്കേണ്ടി വരുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പകുതിയേക്കാൾ ഗുണം ഇവർക്ക് രണ്ടാം പകുതിയാണ്. ആദ്യത്തെ പകുതിയിലെ 3 ദിവസങ്ങൾ താരതമ്യേന അത്ര ഗുണമുള്ളതല്ല. പ്രത്യേകിച്ചും മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില യാത്രാ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില വാക്കുതർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതിൽ മാനസിക വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സാമ്പത്തിക നേട്ടം, കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടക്കുക, അതുപോലെ തന്നെ ബാധ്യതകൾ കൃത്യമായി നിറവേറ്റുക, സാമ്പത്തികമായി നല്ല വരുമാന മാർഗം ഉണ്ടാവുക, ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചരിക്കാനും സമയം ചിലവഴിക്കാനും ആനന്ദം കണ്ടെത്താനുമുള്ള സമയം കിട്ടുന്നതായിട്ടും അതിനുള്ള അവസരം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് പൊതുവെ ആഴ്ച സമാഗമവുമൊക്കെ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കൃത്യമായി കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം, കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഗുണമുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ടാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമശനിയും 7-ൽ രാഹുവും ജന്മത്തിൽ ചൊവ്വയും കേതുവും ഒക്കെ ഉണ്ട്. എന്നാൽ 11-ൽ സഞ്ചരിക്കുന്ന വ്യാഴം ആണ് ഇവർക്ക് ഏറ്റവും ഗുണം. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സ്വന്തം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും 10-ലെ ശുക്രൻ ചാരവശാൽ അത്ര ഗുണം ചെയ്യില്ല. ഒരു കരുതൽ വേണമെന്നേ ഉള്ളൂ, വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ പ്രവർത്തന ഇടങ്ങളിൽ സ്ത്രീ സാന്നിധ്യങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ അവരുമായി ശത്രുതാ മനോഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലെ സ്ത്രീ ബന്ധങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അമ്മയ്ക്കോ അതല്ലെങ്കിൽ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ സ്ത്രീ സുഹൃത്തിനോ ഒക്കെ ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ വൈകാരികമായ ജീവിതാനുഭവങ്ങളിലൂടെ, വിരുദ്ധമായ ജീവിതാനുഭവങ്ങളിലൂടെ ഈ വ്യക്തികൾ കടന്നു പോകേണ്ടതായിട്ടോ വരും. അത് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുമെന്ന് കാണുന്നു. ചില യാത്രകൾ പെട്ടെന്ന് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ കലാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ ഇവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ നിന്ന് വരുമാനം ഇവർക്ക് നന്നായി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ കഴിവിൽ അങ്ങേയറ്റത്തെ വിശ്വാസം ഇവരുടെ മേലധികാരികൾക്കും സഹപ്രവർത്തകർക്കും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ട്. എന്നാൽ ഈ ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്തും തുടയിടുക്കിലുമൊക്കെ അസുഖങ്ങളോ സ്കിൻ ഡിസീസോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാദങ്ങളിലും ചില സ്കിൻ ടോൺ വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ ത്വക്ക് സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാം. അപവാദങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞ് ഉണ്ടാകാം. ഒന്നാമത്തെ പ്രശ്നം 10-ൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും രണ്ടും സ്ത്രീ ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ഇടപെടുന്ന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. മാത്രമല്ല ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു. ജന്മ രാശിയിലാണ് ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹസികതയും അഹങ്കാരവും അതുപോലെ തന്നെ എടുത്തുചാട്ടവുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. പെട്ടെന്ന് ക്ഷുഭിതനായ ആളുകളോട് സംസാരിക്കുക, പ്രത്യേകിച്ചും ചില പ്രത്യേക
ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട് വഴക്ക്, കേസ് അല്ലെങ്കിൽ അവരുടെ വ്യാജ പ്രചാരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം, അപവാദങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഈ രോഗാവസ്ഥകളും ശ്രദ്ധിക്കണം. അഷ്ടമത്തിൽ ശനി കൂടി ആയതുകൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സം പല വിധത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കണം. 11-ലെ വ്യാഴമാണ് ഇവർക്ക് ഏറ്റവും അനുഗ്രഹമായി നിൽക്കുന്നത്. 12-ലെ ബുധനും വലിയ ദോഷത്തെ ചെയ്യില്ല. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6-ാം തീയതി നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ 11 ഉച്ച കഴിഞ്ഞ് 12 താരതമ്യേന ഗുണമുള്ളതാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവുമാണ് ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ട് ഇവർക്ക് കാണുന്നത്. സഹോദര ഗുണം, ബന്ധുഗുണം ഇതൊക്കെ ഉണ്ടാകും. സഹോദരന്മാർക്ക് നയനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗ്യത്തിന് ചില തടസ്സങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, അതുപോലെ ചിത്തിരയുടെ ആദ്യ പകുതി. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ രാഹു, 12-ൽ കേതു, ചൊവ്വ, അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ വ്യാഴം, 11-ൽ ബുധൻ, 9-ൽ ശുക്രൻ, 6-ാം ഭാവത്തിൽ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി. എന്തായാലും 9-ൽ നിൽക്കുന്ന ശുക്രനും 11-ൽ നിൽക്കുന്ന ബുധനും ഇവർക്ക് വലിയ ഗുണത്തെ ചെയ്യും. 10-ലെ വ്യാഴം സാമാന്യ ഗുണത്തെ ചെയ്യും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചില പരിവർത്തനങ്ങളോ ചില ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകുമെങ്കിലും അതൊക്കെ 9-ലെ ദേവീ കടാക്ഷം കൊണ്ട് അനുഗ്രഹീതമായി മാറും. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാവും. വരുമാന മാർഗത്തിന് ദോഷമൊന്നും ഉണ്ടാവില്ല. വിദേശവുമായി ബന്ധപ്പെട്ട് പോകുവാനോ ജോലി സംബന്ധമായ കാര്യത്തിന് അവിടെ വാതിലുകൾ തുറക്കപ്പെടാനോ അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യത്തിൽ കാര്യങ്ങൾ ശരിയായി വരാനോ ഒക്കെയുള്ള സാധ്യത വർദ്ധിക്കുന്ന ആഴ്ചയാണിത്. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും പിതൃക്കളിൽ നിന്നും കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നുമൊക്കെ ഗുരുജനങ്ങളിൽ നിന്നുമൊക്കെയുള്ള അനുഗ്രഹവും സാമ്പത്തിക നേട്ടവും സഹകരണ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അനുഗ്രഹങ്ങളായി മാറുന്നതായിട്ട് കാണുന്നു. വിദേശയാത്ര നടക്കുന്നു, ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നു, പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റമുണ്ടാകാം, ചില തടസ്സങ്ങളും ഉണ്ടാകാം, എങ്കിലും അതൊക്കെ ഒടുവിൽ അനുഗ്രഹമായി മാറുന്ന അവസ്ഥയാണ്. സാമ്പത്തികമായി നല്ല നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച വരുമാനം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ ഭാഗ്യക്കുറി പോലെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കാം, അതിൽ നിന്ന് വിജയമുണ്ടാകുമെന്ന് കാണുന്നു. വീട്ടിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ മാനസികമായ വൈഷമ്യങ്ങളോ ഉണ്ടാകാം. ഉദരസംബന്ധമായ രോഗം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. എന്നാൽ അതിനെ മെഡിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇവരുടെ ജീവിത ചിട്ടകൾ കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ശത്രുക്കൾ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുമെന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോഴെങ്കിലും മാനസികമായ വിഷമങ്ങളും മറ്റ് കലഹങ്ങൾക്കുമൊക്കെ വഴിയുണ്ടാക്കുമെന്നും കാണുന്നു. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ കോടതി കയറുവാനോ പോലീസ് സ്റ്റേഷൻ കയറുവാനോ ഒക്കെ ഇടയുണ്ട്. സാമ്പത്തികമായി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മാറ്റിവെക്കേണ്ടി വരുന്നതായും കാണുന്നു. ഏതായാലും അത് ചില യാത്രകൾക്ക് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ആളുകളോട് ഇടപഴകുമ്പോൾ അങ്ങേയറ്റം സുതാര്യമായിരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6-ാം തീയതി സായാഹ്ന ശേഷം 7, 8 ആണ് ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നത്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കാര്യങ്ങൾ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം വ്യാഴം 9-ൽ, ശുക്രൻ അഷ്ടമത്തിൽ ദോഷമൊന്നുമല്ല. 6-ലെ ശനി ഗുണമാണ്. 5-ൽ രാഹു ചില പ്രത്യേക അവസരങ്ങളിൽ ഗുണമാണ്, ചില പ്രത്യേക കാര്യങ്ങളിൽ ഗുണമാണ്. അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ ചൊവ്വയും അതുപോലെ കേതുവും സഞ്ചരിക്കുന്നു. വരുമാന മാർഗം വർദ്ധിക്കാനുള്ള പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തുമെന്ന് കാണുന്നു. അതിന് മേലധികാരികളുടെയും അധികാരികളുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഗുരുകൃപ, ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. തങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് ചെറുതെങ്കിലും ആശ്വാസമുണ്ടാകുന്നു. ശത്രുതാ മനോഭാവത്തിലോ വിഘാതമായി നിന്നിരുന്ന പ്രവർത്തനങ്ങളോ ഒക്കെ തന്നെ മാറി സുഗമമായി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ഒഴുക്ക് ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നന്മയുടെയും അഭിവൃദ്ധിയുടെയും തുടക്കം
തുലാക്കൂറിൽപ്പെട്ടവർക്ക് അനുഭവിക്കുന്നതായി തോന്നാം. അതുകൊണ്ട് തന്നെ മാനസികമായ സമാധാനം ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അല്പമെങ്കിലും ദോഷം എന്ന് പറയുന്നത് സന്താനങ്ങൾക്കുണ്ടാകാവുന്ന ചില ആശങ്കകളോ മാനസിക വിഷമങ്ങളോ ആണ്. അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ഒന്നുകിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികളോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പഠിക്കുന്ന മക്കൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യമോ വഴിമാറി നടക്കലോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, പിന്നെ 9, 10, 11 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിലാണ് ശുക്രന്റെ സഞ്ചാരം, 8ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുപോലെ 5ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു, 4ൽ രാഹു, 10ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും, 9ൽ ബുധൻ. അപ്പോൾ പല ഗ്രഹങ്ങളും ഇവർക്ക് പ്രതികൂല സാഹചര്യങ്ങളിലാണ് നിൽക്കുന്നത്. അല്പമെങ്കിലും ഗുണം എന്ന് പറയാവുന്ന ഗ്രഹം എന്ന് പറയുന്നത് 10ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും, അത് ജന്മലഗ്നാധിപൻ കൂടിയാണ്. 10ാം ഭാവാധിപന്റെ കർമ്മകാരകന്റെ രാശിയിൽ ജന്മലഗ്നാധിപനായ ചൊവ്വ നിൽക്കുന്നതിനാൽ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സ്വയം തന്നെ ഇവരൊരു ബലം കണ്ടെത്തും. ഒരു ആത്മബലത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇവർ തിളങ്ങും. അതുകൊണ്ട് തന്നെ പല തടസ്സങ്ങളും ഇവർക്ക് മാറിക്കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശ്വരാധീനം എന്ന് പറയുന്നത് പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടാവുന്നതാണ്. ഈശ്വരൻ എത്ര മാറി നിൽക്കുന്നു എന്ന് ഏതൊക്കെ ശാസ്ത്രങ്ങൾ ശഠിച്ചാലും പ്രാർത്ഥനയിൽ ഈശ്വരൻ തീർച്ചയായിട്ടും കനിവ് നിറഞ്ഞ അനുഗ്രഹം നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഗ്രഹങ്ങളുടെയും മുകളിലാണ് ഈശ്വരന്മാർ. അതുകൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. പരമപ്രധാനമായ ഈശ്വരനെ വണങ്ങുക എന്നുള്ളതാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. ദാമ്പത്യം ശ്രദ്ധിക്കണം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ അല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ സൗന്ദര്യപ്പിണക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. തൽക്കാലമെങ്കിലും അതിൽ നിന്ന് വിരക്തി, കൂട്ട്, പങ്കാളി അല്ലെങ്കിൽ കുടുംബം എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും ഒരു മാറ്റം ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് ഒരു തടസ്സം ഉണ്ടാകാം. എന്നാൽ ഇതൊക്കെയും അതിജീവിച്ചുകൊണ്ട് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുള്ള ഇവരുടെ മനസ്സിൻ്റെ ശ്രമം, ശരീരത്തിൻ്റെ ശ്രമം തീർച്ചയായും അനുഗ്രഹമായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6-ാം തീയതി സായാഹ്ന ശേഷം 7, 8, പിന്നെ 11 ഉച്ച കഴിഞ്ഞ് 12 താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 7ലാണ്, അത് വളരെ ഗുണമാണ്. 6ലാണ് ശുക്രൻ. 6ൽ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിന് വലിയ ദോഷം വരില്ല. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ, ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ഇവരുടെ പൊതുവെയുള്ള കർമ്മജീവിതത്തിൽ അത് വലിയ ദോഷമൊന്നും, പ്രവർത്തന ജീവിതത്തിൽ വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല. തടസ്സങ്ങളും വെല്ലുവിളികളും കർമ്മരംഗത്തുണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതനായി നിൽക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, ഉപരിപഠനം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, മറ്റൊരു ദേശത്ത് സ്ഥിരമായി താമസിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം തന്നെ വിജയത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു, ശുക്രൻ 6ൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകാമെന്ന്. 7ൽ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് അതിനൊരു രക്ഷയുണ്ടെങ്കിലും ചിലപ്പോൾ ചില സൗഹാർദ്ദങ്ങൾ ഇവരുടെ ഇത്തരം ഒറ്റപ്പെടലുകൾക്കും അതുപോലെ തന്നെ ഇവരുടെ വിഷമങ്ങൾക്കും പരിഹാരമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റപ്പെടലിൻ്റെ വ്യഥ അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല. പൊതുവെ ഗുണകരമാണ് കാര്യങ്ങൾ. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ മറ്റുല്ലാസ കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകാനോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാനോ മനസ്സിന് സമ്മതമാവുകയും മനസ്സന്തോഷം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തായാലും കുടുംബത്തിൽ നിന്നോ തറവാട്ടിൽ നിന്നോ മൂല കുടുംബത്തിൽ നിന്നോ ചിലപ്പോൾ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവർത്തന രംഗം വളരെ സജീവമാകും. ഒന്നുകിൽ ഈ കുടുംബത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകുന്നത് കൊണ്ട് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി നമുക്ക് തോന്നാം. അങ്ങനെയും വരാൻ ഒരു സാധ്യത. മനസ്സിന് ഒരു ശക്തി കിട്ടുകയും അതുകൊണ്ട് തന്നെ ഈ ദുരനുഭവങ്ങളും തടസ്സങ്ങളിൽ നിന്നും ഊർജം എടുത്തുകൊണ്ട് മനസ്സ് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുവാനും 3ലെ രാഹു ഇവരെ പ്രേരിപ്പിക്കും. വിശിഷ്ട ബുദ്ധി കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. പിതാവിന് ശാരീരികമായ അവശതയോ രോഗാവസ്ഥകളോ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നാട്ടിലേക്ക് വരേണ്ടി വരികയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്
ചില യാത്രകളും പ്രവർത്തനങ്ങളും തടസ്സപ്പെടുകയോ ചെയ്യാം. പൊതുവെ മാതാവിനും പിതാവിനും അത്ര നല്ല കാലമല്ല ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അല്ലെങ്കിൽ അതിന് തുല്യരായ വ്യക്തികൾക്ക്, രക്തബന്ധത്തിൽപ്പെട്ടവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 സായാഹ്നം വരെ, അത് കഴിഞ്ഞാൽ 9, 10, 11 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിന്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതുപോലെ 3ലെ ശനി തീർച്ചയായിട്ടും ഇവർക്ക് ഈ കഴിഞ്ഞ കുറേ കാലമായി നിന്നിരുന്ന മനസ്സിൻ്റെ ആലസ്യത്തെ മാറ്റുന്നു. കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇവരുടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ സാധിക്കുന്നു. തങ്ങളുടെ കർമ്മരംഗത്ത് അതിൻ്റെ വിമർശനങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, തോൽവികളെയും ഏതെങ്കിലും തരത്തിലുള്ള വിഘാതങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പരിഹൃതമായ ഒരു കർമ്മ മേഖല, ഒരു കർമ്മ വഴി ഇവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇവർക്ക് അജയ്യരായി നിൽക്കാൻ സാധിക്കുന്നു. അതുതന്നെ ഇവർക്ക് നല്ല സാമ്പത്തിക നേട്ടം തരുന്നു. വിശിഷ്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമാന്തരമായ ചില പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ സാമ്പത്തികം നേടാൻ ഇവർക്ക് കഴിവുണ്ടാകുന്നു. പ്രത്യേകിച്ചും കലാപരമായ കഴിവുകളോ അല്ലെങ്കിൽ മറ്റ് ഇടപെടലുകളോ, ഇപ്പോൾ ട്രേഡ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ തന്നെയും മറ്റൊരു സമാന്തര വഴി കൃത്യമായി ധനാഗമനത്തിന് കാണുന്നുണ്ട്. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നു. വ്യാഴം 6ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ ചിലവ് വർദ്ധിക്കാം. ചിലപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ശത്രുതകൾ ഉണ്ടാവാം. അതുകൊണ്ട് കടം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യത വേണം. അത് വളരെ ശ്രദ്ധിച്ചു വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. യുക്തിപൂർവം, ഭദ്രപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുക. അല്ലെങ്കിൽ നാളെ അതൊരു ശത്രുതാ മനോഭാവത്തിലേക്ക് വഴിവെക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വിരളമല്ല. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ചില അപകട സാധ്യതകളും അതുപോലെ തന്നെ തടസ്സങ്ങളും ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. 4ാം ഭാവാധിപൻ 8ൽ പോയി നിൽക്കുന്നതിനാൽ മാതാവിനും ദോഷം കാണാം. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. അതുപോലെ വീട്ടുമൃഗങ്ങൾക്ക് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. വീട്ടിൽ ചില മാറ്റങ്ങളോ മറ്റു ചില മോടി പിടിപ്പിക്കലോ ഒക്കെ നടത്താനും സാധ്യതയുണ്ട്. ഏതായാലും വാഹനവും വീട്ടിലെ ജീവിതവും അവിടുത്തെ സാഹസിക കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്പീഡ് കൂടി കാര്യങ്ങൾ ചെയ്യുന്നതിലുമൊക്കെ ഒരു ക്രമീകരണം ആവശ്യമാണ്. അപകട സാധ്യതകൾ, രോഗാവസ്ഥകൾ ഇത് കാണുന്നു. മാറിടം, ലങ്സ്, ശ്വാസകോശം, അതുപോലെ ഉദരത്തിൻ്റെ മേൽഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ത്വക്ക് സംബന്ധമായ അസുഖവും മാതാവിന് രോഗവും വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, പിന്നെ 11 ഉച്ചകഴിഞ്ഞ് 12 നല്ലതാണ്. ശേഷം കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളാണ്. ഇവർക്ക് സ്വാഭാവികമായും 5ൽ വ്യാഴം സഞ്ചരിക്കുന്നത് നല്ലതാണ്. 4ൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ ഭാഗ്യം ഉദിച്ചു എന്ന് വേണം പറയാൻ. ധനപരമായ കാര്യത്തിൽ കൂടുതൽ ഉന്നതി ഉണ്ടാകുന്നു. ഇവർ പ്രവർത്തിക്കുന്ന ഇടത്തിൽ കൂടുതൽ കഴിവ് ഇവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് പാത്രമാകുന്നു ഇവർ. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. പുതിയ വാഹനം വാങ്ങുകയോ വീടിന് സ്ഥാനമുറപ്പിക്കുകയോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം പോസിറ്റീവായി മാറുകയൊക്കെ ചെയ്യുന്നു. സാമ്പത്തികമായി നല്ല ലാഭമുണ്ടാകുന്നു. മൂലത്തറവാട്ടിൽ നിന്നും ഇവർക്ക് വിഹിതം ലഭിക്കുന്നു. മാതാവുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും രക്തബന്ധത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് കൂടുതൽ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ജന്മശനി മാറിയതുകൊണ്ട് തന്നെ പ്രധാന തടസ്സങ്ങൾ മാറുന്നു. എന്നാൽ ചില ഹിഡൻ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത, ത്വക്ക് സംബന്ധമായ രോഗമോ ആശങ്കകളോ മനസ്സിൻ്റെ ആശങ്കകളോ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീടും പരിസരവും എപ്പോഴും ശുചിയാക്കി വയ്ക്കുക. അതുപോലെ ശരീരത്തിലെയും മാലിന്യങ്ങളൊക്കെ അകറ്റിക്കൊണ്ട് ഒരു ക്ലീൻ ഇമേജ് ശരീരത്തിനും മനസ്സിനും കൊടുക്കാൻ ശ്രമിക്കുക. അത് വളരെ ആവശ്യമാണ്. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. രാഹു ജന്മത്തിൽ നിൽക്കുന്നതിനാൽ അപവാദ പ്രചരണങ്ങളോ വിമർശനങ്ങളോ കൊണ്ട് കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി കലഹമോ പ്രശ്നങ്ങളോ അകന്നു നിൽക്കാനോ ഒക്കെ ഇട വന്നേക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ ഗുണമാണ്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന കടബാധ്യതയോ പ്രവർത്തനങ്ങളിലോ മുടക്കമോ ഒക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 സായാഹ്നത്തിന് ശേഷം 7, 8, 9, 10, 11 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ
പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. 3-നേക്കാൾ ബെറ്ററാണ് 4-ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം. എങ്കിലും ശത്രു രാശിയിലായതുകൊണ്ട് വലിയ ഗുണത്തെ പ്രതീക്ഷിക്കേണ്ട. 50% ഗുണമെന്തെങ്കിലും ചെയ്യൂ. 3-ലെ ശുക്രൻ ഇവർക്ക് ഗുണത്തെ ചെയ്യും. സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ബന്ധുജന സഹായം, സുഹൃത്തുക്കളുടെ സഹായം, സഹോദരങ്ങളുടെ സഹായമൊക്കെ ഉണ്ടാകും. കാര്യങ്ങളിൽ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ വലിയ വിജയമായി മാറും. അതുപോലെ തന്നെ മടിച്ചു നിന്നിരുന്ന മനസ്സിൻ്റെ ആലസ്യമൊക്കെ മാറി വളരെ ഉന്മേഷത്തോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കും. പിതൃക്കളുടെ സഹായം, പിതൃകുടുംബത്തിൽ നിന്ന് സഹായമുണ്ടാവും. കാരണവസ്ഥാനത്തുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടാവും. വിദ്യാസംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. കുറച്ചുകൂടി ഐശ്വര്യപ്രദമായ നാളുകൾ ഉണ്ടാകുന്നു ഈ ആഴ്ചയിൽ ഇവർക്ക്. ധനപരമായ കാര്യത്തിൽ നേട്ടം, അതിലേറെ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ചില ഉറപ്പുകൾ ജോലി രംഗത്തും ഇവരുടെ മറ്റു പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്നു. കുടുംബസംബന്ധമായ കാര്യങ്ങളിലും അതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകുന്നു. അതുവരെ ഉണ്ടാകുന്ന പിണക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പോസിറ്റീവായിട്ടൊരു മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവെ ഗുണം എന്ന് വേണം പറയാൻ. എന്നാൽ ചില പ്രത്യേക വിമർശനങ്ങൾ, ഇവരുടെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ചില അപവാദങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ തന്നെ മനസ്സിൽ അകാരണമായി ഉണ്ടാകുന്ന ആശങ്കകൾ, അതൊക്കെ ഇവരെ വീണ്ടും പിന്നാക്കം വലിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് മനസ്സിൻ്റെ ധൈര്യം ചോർന്നു പോകാം. ആശങ്കകൾ, വിമർശനങ്ങൾ, പുറമേ നിന്നുള്ള വിമർശനങ്ങളും മനസ്സിൽ തോന്നുന്ന ആശങ്കകളും കൂടിച്ചേർന്ന് ഇവർക്കൊരു വൈകൃത മനോഭാവം, ഒരു പരാജയ മനോഭാവം മനസ്സിലുണ്ടാക്കാം. അത് പ്രാർത്ഥന കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ ചെറിയ ചില മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9-ാം തീയതിയും 9, 10, 11, 12 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അതായത് ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി. ആദ്യ പകുതിയിൽ അപ്രതീക്ഷിതമായ ധനസഹായം ആഴ്ചയുടെ തുടക്ക ദിവസം ലഭിക്കും. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും പിതാവിനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. എന്നാൽ ആദ്യ പകുതിക്ക് ശേഷമുള്ള 3 ദിവസങ്ങളും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷത്തിന്. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ കറുത്ത പട്ട് സമർപ്പിക്കുക, എള്ള് തിരി കത്തിക്കുക, അതുപോലെ കടുംപായസം കഴിപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. വ്യാഴദോഷ പരിഹാരത്തിനായിട്ട് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക. പാൽപ്പായസ നൈവേദ്യമൊക്കെ നല്ലതാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. നാഗദോഷത്തിന് ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. മറ്റ് ഉചിതമായ പൂജാവിധികൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് കേതുദോഷത്തിനും തടസ്സങ്ങൾ മാറാനും ദുഃഖം, അതുപോലെ തൊഴിൽ പ്രശ്നങ്ങൾ മാറാനും സാമ്പത്തിക നേട്ടത്തിനും ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം മഹാഗണപതയെ നമോ എന്നോ ജപിക്കുക. ഉണ്ണിയപ്പ നിവേദ്യം, നാളികേരം ഉടയ്ക്കൽ, കറുകമാല അർപ്പിക്കൽ, ഇതൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.